അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആധുനിക പഠന രംഗങ്ങളിലും അതുപോലെ തന്നെ ചികിത്സാ രീതികളിലുമെല്ലാം വളരെയധികം ഉപയോഗിച്ചു വരുന്നതാണ് ബയോ എത്തിക്സ്. ബയോ എത്തിക്സ് അഥവാ മനുഷ്യനും അവൻ്റെ ജൈവ പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാ ആശയത്തെയാണ് നമ്മൾ പൊതുവിൽ ബയോ എത്തിക്സ് എന്ന പേരിൽ പറയപ്പെടാറുള്ളത്. അത്തരത്തിലുള്ള ബയോ എത്തിക്സിനെയും അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടുകളെയും കൂട്ടി വായിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വളരെ വിശാലമായ അത് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് മുൻകാല ഇമാമിയങ്ങളുടെ ഫത്വകളെ അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുമാണ്. അതുപോലെ തന്നെ ചികിത്സാ രംഗത്തുള്ള വിധിവിലക്കുകളെ നാം എടുത്തു പരിശോധിക്കുമ്പോഴും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ യുനാനി ആയുർവേദം പോലുള്ള പ്രാചീന വൈദ്യ ചികിത്സയെ ആസ്പദമാക്കിയുള്ള ചർച്ചകളാണ് അത്തരം ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മോഡേൺ മെഡിസിൻ വളരെയധികം വ്യാപകമായ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മോഡേൺ മെഡിസിനെ ആശ്രയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുൻകാല ഇമാമിയങ്ങളുടെ ഫത്വയ്ക്കും അതുപോലെ തന്നെ മോഡേൺ മെഡിസിനും ഇടയിൽ വളരെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൻ്റെ തീവ്രത എത്രത്തോളം ഹ്രസ്വമാക്കാൻ കഴിയുമെന്നതാണ് നമ്മുടെ ചർച്ചയുടെ ഒരു ഉദ്ദേശം തന്നെ. നമ്മുടെ മോഡേൺ മെഡിസിനിൽ വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഡയാലിസിസ്, അതുപോലെ തന്നെ ട്യൂബ് വഴി ഭക്ഷണം നൽകുന്ന ചികിത്സാ രീതി, അങ്ങനെ തുടങ്ങി വിവിധ ചികിത്സാ രീതികളുണ്ട്. ഇതെല്ലാം ഏറെക്കുറെ ഫലവത്താകുന്നുമുണ്ട്. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട്. ജീവിത അവസാനം വരെയും ഡയാലിസിസ് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ട്യൂബ് ഇട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇതൊക്കെ ഏറെക്കുറെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും വെന്റിലേറ്ററിൽ തുടരേണ്ട ഒരവസ്ഥ, കൃത്രിമ ശ്വാസത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും തുടരേണ്ട ഒരവസ്ഥ എത്തുന്ന രോഗികളുണ്ട്. കുടുംബക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ സ്വാഭാവികമായും ഈ ചികിത്സ നിർത്തണം എന്ന ഒരു ആലോചനയിലേക്ക് അവരുടെ ചിന്തകളെത്തുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ട്. ഇവിടെയാണ് ദയാവധം നമ്മിലേക്ക് എത്തുന്നത്. ദയാവധത്തെ പ്രോത്സാഹിപ്പിക്കണമോ എന്നതാണ് നമ്മുടെ മറ്റൊരു ഉദ്ദേശം. ഇസ്ലാമികപരമായും അതുപോലെ തന്നെ ഭാരതീയ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്ന നമുക്കും ദയാവധം വളരെ ക്രൂവലായിട്ട് നമുക്ക് തന്നെ തോന്നുന്നതാണ്. എന്നാൽ മറ്റൊരു തലത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ ആ ഡയാലിസിസ് അതുപോലെ തന്നെ ട്യൂബ് നിർത്തുക, അത് നിർത്തുന്നതിലൂടെ മറ്റൊരു തരത്തിൽ ദയാവധം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കും? ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ സാമ്പത്തിക ബാധ്യത പേറിക്കൊണ്ട് ആ രോഗിയെ നിരന്തരം ചികിത്സയ്ക്ക് വിധേയമാക്കണോ, അതോ മറ്റെന്തെങ്കിലും മറുപുറമോ ഉണ്ടോ എന്നതാണ് നമുക്ക് ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. അതെ, ഡോക്ടർ ഉന്നയിച്ചത് പ്രമുഖ പുസ്തകം കേട്ടതാണല്ലോ. ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി ചികിത്സിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ബോധ്യമുള്ള ഒരാളെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മേലിൽ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇസ്ലാമിലൊരു പ്രഥമ കാരണം ആയി എടുക്കാൻ തന്നെ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ മതകീയ നിലപാട് എന്താണെന്ന് ഒന്ന് ആ വിഷയത്തിൽ നമ്മൾ മതത്തിൻ്റെ നിലപാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടറുടെ വിഷയം അല്ലെങ്കിൽ ചോദ്യം പൂർണ്ണമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ നിലവിൽ ചോദിച്ച ചോദ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസായ അജബൽ അംറിൽ മുഅ്മിൻ എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ. മുഅ്മിനിൻ്റെ കാര്യം ഏറ്റവും അത്ഭുതകരമാണ്. അവൻക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അത് അവന് ഖൈറാണ്, എന്ത് രോഗങ്ങൾ വന്നാലും ഖൈറാണ്. ഒരു നിമിഷം പോലും ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. അത് രോഗിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും അത് അവനക്ക് മഗ്ഫിറത്ത് ലഭിക്കാനുള്ള കാരണമാകുന്നുണ്ട്. ഇനി തെറ്റുകളില്ലെങ്കിൽ അത് ആഖിറത്തിലെ ദറജ കൂടാനുള്ള കാരണമാകുന്നുണ്ട്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ അത് രോഗിയായിട്ട് ഇനി ഇയാളെ കൊണ്ട് ആർക്കോ ഉപകാരമോ ഇല്ല എന്നുള്ള രൂപത്തിലാണെങ്കിൽ പോലും ആ രോഗിയായിട്ടുള്ള ആ രൂപത്തിൽ അദ്ദേഹത്തെ ദയാവധത്തിലേക്ക് വിട്ടുകൊടുക്കാൻ എന്തായാലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ചോദ്യമാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിനിടയിൽ വളരെയധികം പ്രചാരമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഉമ്മമാർ അതുപോലെയുള്ള പ്രായമുള്ളവരൊക്കെ വസിയത്ത് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. നാം
രോഗിയായാൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട, ICUയിൽ എന്നെ കയറ്റേണ്ട, വെന്റിലേഷൻ നടത്തേണ്ട എന്നുള്ള തരത്തിൽ വസിയത്ത് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വസിയത്ത് നടത്തണമോ, അത് വേണമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അല്ല, അതിന് അനുസൃതമായ ചികിത്സ അവർക്ക് കൊടുക്കണമോ എന്നതാണ് ഒരു ചോദ്യം. അതുപോലെ തന്നെ അതിനോട് തുടർന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ചികിത്സ നൽകിയാൽ ഫലവത്താകും എന്ന രോഗി. അത്തരത്തിലുള്ള രോഗിക്ക് എന്നാൽ ഉറപ്പില്ല, ചികിത്സ ഫലവത്താകുമെന്ന് ഉറപ്പില്ല, എന്നാൽ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള രോഗിക്ക് ഇത്തരത്തിലുള്ള വസിയത്ത് നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ടോ, അതോ ചികിത്സിക്കണമോ എന്നതാണ് അതിനോട് തുടർന്ന് വരുന്ന മറ്റൊരു സംശയം. അതുപോലെ തന്നെ മൂന്നാമത് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ്, രോഗിക്ക് ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്, തുടരെ ഒരു ചികിത്സ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ യാതൊരു തരത്തിലും ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരില്ല എന്നൊരു സാധ്യത അവിടെ മുന്നിൽ കാണുന്നു. ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സാമ്പത്തികപരമായി വളരെയധികം ഭാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ചികിത്സ അവിടെ വെച്ച് നിർത്തണമോ, അതോ അതുപോലെ അത് തുടരണമോ എന്നതിൻ്റെ ഒരു മതകീയ കാഴ്ചപ്പാട് കൂടി അറിഞ്ഞാൽ വളരെ സന്തോഷം. വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യമാണ് ഡോക്ടർ ഉന്നയിച്ചിട്ടുള്ളത്. കൃത്യമായ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കൃത്യമായ ഉത്തരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 3 ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് ഒരു മുഖവുരയിൽ നിന്ന് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ പരമമായ ലക്ഷ്യം കുല്ലിയാത്തുൽ സിത്ത അഥവാ 6 പ്രധാന കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഹിഫ്ലുദ്ദീൻ, ഹിഫ്ലുൻ നഫ്സ്, ഹിഫ്ലുൽ അഖ്ലി, ഹിഫ്ലുൽ മാല്, ഹിഫ്ലുൻ നസബ്, ഹിഫ്ലുൽ ഇർള് എന്ന് തുടങ്ങിയിട്ടുള്ള 6 കാര്യങ്ങൾ. ഇതിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് ഹിഫ്ലുൻ നഫ്സ് എന്നുള്ളതാണ്. ഹിഫ്ലുൻ നഫ്സിന് ഇസ്ലാമിക എത്രത്തോളം പ്രാധാന്യം നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശക്കുന്ന വ്യക്തി അവൻക്ക് ഹലാലായ ഒരു ഭക്ഷണവും ലഭിക്കാനില്ലെങ്കിൽ അവൻ നജസായ ഹറാമായ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് സൂറത്തുൽ മാഇദയിൽ ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്ത് വദ്ദമ വലഹ്മുൽ ഖിൻസീറ എന്നുള്ള ആയത്തിൽ പറയുന്നുണ്ടല്ലോ. അവിടെ ജീവൻ നിലനിൽക്കാൻ അവൻക്ക് ആ ഹറാമായ അല്ലെങ്കിൽ നജസായ ഭക്ഷണമേ മൈത്തത്തെ അവൻക്ക് സാധ്യതയുള്ളൂ എങ്കിൽ അത് ഭക്ഷിക്കണം നിർബന്ധമാണെന്നുള്ളതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിന് മുന്നോട്ട് വെക്കുന്ന മറ്റൊരാശയമാണ് വലാത്തുൽഖു ഐദിയക്കും ഇല തഹ്ലുക അൻഫുസക്കും ഇല തഹ്ലുക എന്നുള്ള ആശയം. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇസ്ലാം ഗർഭസ്ഥ ശിശുവിനെ ഹിഫ്ലുൻ നഫ്സിനെ പോലും പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. ഒരു സ്ത്രീ മരിക്കുകയും അതിന് ഗർഭത്തിലുള്ള കുട്ടി മരിച്ചിട്ടില്ല എന്ന് ഉറപ്പായിട്ടില്ലെങ്കിൽ ആ സ്ത്രീയുടെ ഖബർ മാന്താനുള്ള ഖബർ തുറക്കാനുള്ള നിർദ്ദേശം ഇസ്ലാം നൽകുന്നുണ്ട്. ആ ഒരു ഇതിൽ കണക്കാക്കുകയാണെങ്കിൽ ഹിഫ്ലുൽ നഫ്സിന് ധാരാളം പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. ഇനി ചികിത്സാ രീതിയിലേക്ക് വരികയാണെങ്കിൽ ചികിത്സയുടെ അടിസ്ഥാനമായ നിയമം എന്ന് പറയുന്നത് ഫുഖഹാക്കൾ പറയുന്നത് അത് സുന്നത്താണെന്നുള്ളതാണ്. മറ്റൊരു തലത്തിലുണ്ട്, ആരിഫ്യങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ തവക്കുൽ എന്നുള്ള മാർഗ്ഗമുണ്ട്. അത് നമ്മൾക്ക് ഇവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അടിസ്ഥാന നിയമം സുന്നത്താണെന്നുള്ളതാണ്. എന്നാൽ ഇമാം ഷർവാനി, അലി ഷിബ്രാഹിം ലസി, ഇമാം ബഗ്വി എന്നുള്ളവരൊക്കെ പറയുന്നുണ്ട് 2 രൂപങ്ങളിൽ ചികിത്സ നിർബന്ധമായി വരുന്നുണ്ട്. അഥവാ ഒരു വ്യക്തി ചികിത്സിച്ചാൽ എന്തായാലും അസുഖം ഭേദമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, യഖീനുണ്ടെങ്കിൽ ചികിത്സിക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ഒരു നഫ്സിൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ നാശത്തിലേക്ക് വഴി വെക്കുമെങ്കിൽ ആ നിലക്കും ചികിത്സിക്കൽ നിർബന്ധമാണ്. ആ 2 കാഴ്ചപ്പാട് വെക്കുമ്പോൾ തന്നെ ഈ നേരത്തെ ഒന്നാമതും രണ്ടാമതും ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഉള്ള വസിയത്ത് ഉണ്ടാകുമ്പോഴുള്ള ചികിത്സാ രീതിയും അല്ലെങ്കിൽ മാറാൻ സാധ്യതയുള്ളിടത്തുള്ള ചികിത്സാ രീതിയും പരിശോധിക്കുമ്പോൾ അത് ചികിത്സിക്കണം, അത്തരത്തിൽ ഈ അവസ്ഥയിലുള്ള ആണെങ്കിൽ ചികിത്സിക്കൽ നിർബന്ധമാണ് എന്നുള്ളിടത്തേക്ക് വരിക. കാരണം അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മറ്റു തലങ്ങൾ കൂടിയുണ്ട്. ഈ വസിയത്ത് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശി ചികിത്സിക്കാതെ ഇത്തരം അവസ്ഥയിൽ ചികിത്സിക്കാതെ വരെ പോയാൽ അത് അദ്ദേഹത്തിന് കൊലപാതകമാകും, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശം എടുത്തു കളയാനുള്ള ചർച്ചകൾ വരെ ഫിഖ്ഹിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി ഡോക്ടർ ഉന്നയിച്ച 3ാമതൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. യാതൊരു സാധ്യതയും കാണാത്ത, ഇനി എത്ര തന്നെ ചികിത്സിച്ചാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ദയാവാദത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് താൽക്കാലികമായി തൻ്റെ ജീവൻ അവസാനിപ്പിച്ചോട്ടെ എന്ന നിലയ്ക്ക് നമുക്ക് വിടാൻ കഴിയുമോ? അവിടെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് മരണത്തെ ആഗ്രഹിക്കരുത് എന്നുള്ളതാണ്. ക്ഷമിക്കുക അല്ലെങ്കിൽ ദുആ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. ക്ഷമക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ ഈ ഇവിടെ ചോദിച്ചത്
ഖത്ലുർ റഹ്മ, ദയാവധം എന്നുള്ളതാണ്. ഈ ദയാവധം 5 രൂപത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒരു പ്രശ്നവുമില്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ എന്തോ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ രോഗമൊന്നും ഇല്ലാത്ത വ്യക്തി അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയിട്ട് മരുന്ന് വല്ലതും കുത്തിവെച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രീതി. അല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം, അത് ആക്റ്റീവ് യൂത്തേനിസം എന്ന് അതിന് പറയാം. രണ്ടാമതൊരു രീതി ചികിത്സ, അല്ല രോഗമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മരുന്നുകൾ കുത്തിവെച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന രീതി, ദയാവധം നടത്തുന്ന രീതി. മൂന്നാമതൊരു രീതി, ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെ, രോഗമുള്ള വ്യക്തി തന്നെ, രോഗമുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി നിഷേധിച്ചുകൊണ്ട് മറ്റൊരാൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെന്റിലേഷൻ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഡയാലിസിസ് നിർത്തിക്കൊണ്ട് മറ്റൊരാളെ അദ്ദേഹത്തെ മരണത്തിന്, ഈ പറഞ്ഞ മൂന്നാമത്തെ രീതിയും രണ്ടാമത്തെ രീതിയും ചികിത്സിച്ചാൽ മാറുമെന്ന് പ്രതീക്ഷയുള്ളിടത്താണ്. ഈ നാലാമത്തെ രൂപം, ചികിത്സിച്ചാൽ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചികിത്സിച്ചാൽ ഒരിക്കലും മാറില്ല എന്നുള്ള രോഗിയിലാണ് 4-5 രൂപങ്ങൾ വരുന്നത്. ചികിത്സിച്ചാൽ ഒരു വിധത്തിൽ മാറില്ല എന്ന് ഉള്ള രൂപത്തിലുള്ള രോഗിയുടെ ജീവൻ മരുന്ന് കുത്തിവെച്ച് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ വെന്റിലേഷൻ എടുത്ത് മാറ്റുന്നതാണ് 4-5 രീതികൾ. ഇനി ഓരോ രീതികളുടെ മതകീയ മാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമത്തതും രണ്ടാമത്തതും ആത്മഹത്യയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഹറാമാണെന്നുള്ള ഉറപ്പാണ്. മൂന്നാമത്തത് മറ്റൊരാളെ കൊല്ലലാണ്, അഥവാ ചികിത്സയിലുള്ള വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി നിഷേധിക്കുന്ന ഒരു രൂപം. പിന്നെ ഇനി 4-ാമത്തെയും 5-ാമത്തെയാണ് ഇവിടെ ദയാവധത്തിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്. അവിടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫിന്നാർ എന്നുള്ള ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഹദീസിൽ നിന്ന് സ്വന്തം നഫ്സിനെ കൊല്ലലും മറ്റുള്ളവൻ്റെ ശരീരത്തെ കൊല്ലലും ഹറാമാണെന്നുള്ളത് കിട്ടും. അതിനെ തുടർന്ന് പറയുന്നുണ്ട്, വഫീഹി തഹ്രീമു തആത്തിൽ അസ്ബാബിൽ മുഫ്ലിയത്തി ലി ഖത്ലി നഫ്സി, ശരീരത്തെ വധിക്കുന്ന എന്തെല്ലാം സബബുകളുണ്ടോ, എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതിലേക്ക് കടക്കലൊക്കെ ഹറാമാണെന്നുള്ളതാണ് അവിടെ ഫുഖഹാക്കളുടെ അഭിപ്രായം. ആ ഇനത്തിൽ തന്നെയാണ് ദയാവധവും പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒറ്റൊരു ബുദ്ധിപരമായ ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം ഇതിന്ന് നമുക്ക് ലഭിക്കുക, ആരോഗ്യവാന്മാർ മാത്രമാണ് ലോകത്ത് ജീവിക്കാൻ അർഹർ എന്നുള്ള ഒരു അധാർമികമായൊരു ആശയം കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതെ, നമ്മൾ ചർച്ചകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ ആശയമുള്ള വാക്കുകൾ നമുക്ക് ഡോക്ടറും ഉസ്താദും പറഞ്ഞു തന്നു. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. വളരെയധികം സമയം ആവശ്യമുള്ള ഈ വിഷയത്തിലേക്ക് വിദ്യാർത്ഥികൾ പഠനാത്മകമായി മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇരുവർക്കും നന്ദികൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.